അസ്സലാമു അലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിയപ്പം നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. 2 കപ്പ് വറുത്ത അരിപ്പൊടിയും 2 നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് മുൻകരുതലായിട്ട് നമ്മൾ ഒന്നും തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല. 2 കപ്പ് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഒരു വലിയ ജാർ തന്നെ എടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി 2 കപ്പ് 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് വറുത്ത അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതേ കപ്പിൽ തന്നെ 2 കപ്പ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 7-8 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കാനുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. സാമാന്യം വലുതായിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിന് അരിഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് ജാറിലുള്ള മാവും വെള്ളവും കൂടി ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാവും വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് മാവിന് 1 കപ്പ് നേന്ത്രപ്പഴം എന്ന കണക്കാണ് 2 നേന്ത്രപ്പഴം എടുത്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതാ നേന്ത്രപ്പഴം മൊത്തം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്ത മാവാണ് കേട്ടോ. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 350 ഗ്രാം ശർക്കര ഒന്ന് കട്ടയെല്ലാം ഉടച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മെൽറ്റാക്കി ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ജാറിലേക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്ത മാവാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിതാത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. വളരെ തിക്കുമല്ല, വളരെ അങ്ങ് ലൂസുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവ് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ജാറിലുള്ള മാവ് മൊത്തം ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടില്ലേ, വളരെ തിക്കുമല്ല വളരെ ലൂസുമല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ വറുത്തിടാൻ വേണ്ടി കുറച്ച് കൊപ്ര ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരം വേറെ ഏത് ഓയിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ കൊപ്ര ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. തീ ഈ സമയം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണമേ. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മാവിലേക്കൊന്ന് ഇതെല്ലാം നീക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് കയ്യുടൻ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതാ നന്നായിട്ട് കൊപ്ര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. കയ്യുടൻ തന്നെ നമ്മൾ ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കോരി ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ചെറിയ ബൗളിലേക്ക് ഞാൻ കുറച്ച് മാവ് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണപ്പലഹാരം ചൂടാൻ നമുക്ക് എപ്പോഴും ഈ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒക്കെയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ കാറലാവും. പിന്നെ നമുക്ക് നെയ്യിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാ കുഴികളിലും നിറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൂണിൽ 1 സ്പൂണ് കോരിയിട്ട് 2 കുഴികളിലായിട്ട് നിറച്ച് കൊടുക്കാം.
ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ കുഴികളിലും നമുക്ക് കോരി നിറയ്ക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ 1 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കുഴികളിൽ നിന്നെല്ലാം ഉണ്ണിയപ്പം നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. മറിച്ചിട്ട് കൊടുത്ത് 1 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഉണ്ണിയപ്പം മൊത്തവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയൊരു പപ്പടം കുത്തിയോ ഫോർക്കോ വെച്ച് നമുക്കിതൊന്ന് കുത്തിയെടുക്കാം. ഇതൊരു സ്ട്രെയിനറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എണ്ണ പെട്ടെന്ന് വടിഞ്ഞ് കിട്ടും. സ്ട്രെയിനറിലേക്ക് നമ്മൾ പൊരിച്ച ഉണ്ണിയപ്പം ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിലൊരു പാത്രവും കൂടി വെച്ച് കൊടുത്താൽ എണ്ണ വടിഞ്ഞ് മൊത്തം ആ പാത്രത്തിൽ ആയിക്കൊള്ളും. അപ്പോൾ ഫ്രൈ ആയി കിട്ടിയ ഉണ്ണിയപ്പം ഞാൻ എല്ലാം കോരി സ്ട്രെയിനറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഉണ്ണിയപ്പം മൊത്തവും ഞാൻ സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇത് അവസാനത്തെ ബാച്ചാണ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതും 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ടിട്ടും അടുത്ത 1 മിനിറ്റും കൂടെ കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒഴിച്ച ഉണ്ണിയപ്പവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പപ്പടം കുത്തിവെച്ച് ഇതുപോലെ തന്നെ എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം മൊത്തവും ഫ്രൈ ആയി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. ഈ ഉണ്ണിയപ്പം എത്ര ദിവസം വേണമെങ്കിലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുകയൊന്നും വേണ്ട. വറുത്ത അരിപ്പൊടിയും 2 നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഇത്. ഈ ഉണ്ണിയപ്പം അകവും പുറവും എല്ലാം ഒരുപോലെ സോഫ്റ്റാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ഉണ്ണിയപ്പവും കൂടിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കണ്ടില്ലേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടില്ലേ? നല്ല സോഫ്റ്റാണ് കേട്ടോ. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള സോഫ്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഉണ്ണിയപ്പം എടുത്ത് പുലർന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അകവും പുറവും എല്ലാം ഒരേ തരത്തിലുള്ള സോഫ്റ്റാണ്. നേന്ത്രപ്പഴമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് പ്രത്യേക ഒരു മണവുമാണ് കേട്ടോ. പൊരിച്ചെടുക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. കൊച്ചുമക്കൾക്കെന്നല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഈ ഉണ്ണിയപ്പം എത്ര കഴിച്ചാലും മതി വരില്ല. ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കൊണ്ടേയിരിക്കണമെന്ന് തോന്നും. അത്രയ്ക്ക് സോഫ്റ്റും ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോ ഇടണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്